ഡീനോ ഡെന്നിസ് മമ്മൂട്ടിയോട് ഈ കഥ പറയുമ്പോൾ ആരെങ്കിലും ഇംപ്രസ്ഡ് ആവും. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമിംഗ് ത്രില്ലർ സ്റ്റോറി തന്നെയാണ് ബസൂക്ക് എന്ന സിനിമയുടേത്. മമ്മൂട്ടിന്റെ കഥ പറഞ്ഞ് വീഴ്ത്തിയെങ്കിലും റൈറ്റിംഗിലും എക്സിക്യൂഷനിലും കാസ്റ്റിംഗിലും ഡീനോ ഡെന്നിസ് കംപ്ലീറ്റ്ലി പാളി. ഈ ഒരു കഥ വേറൊരു പ്രോമിസിംഗ് ഡയറക്ടറിന്റെ അടുത്ത് എത്തിച്ചെന്ന് പെട്ടായിരുന്നെങ്കിൽ കലക്കം പടമായനെ. വളരെ ബിലോ ആവറേജ് ഡെബ്യൂ ആണ് ഡീനോ ഡെന്നിസ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കട്ട ബോറാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു മടുപ്പിക്കുന്ന ഫസ്റ്റ് ഹാഫ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയുടെയും GM ഇൻട്രോ സീക്വൻസ് ഉണ്ട്, പിന്നെ മമ്മൂട്ടിയുടെ ടൈറ്റിൽ കാർഡും ഉണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ രോമാഞ്ചം തരുന്ന മൊമെന്റുകൾ തന്നെയാണ്. ഇതല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ലോജിക്കലി പോലും ഫസ്റ്റ് ഹാഫ് ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നീട് സെക്കൻഡ് ഹാഫ് ആണ് പിന്നെയും ഒന്ന് പിടിച്ചിരുന്നത്, എൻഗേജിങ് ആയി മാറുന്നത്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്യാമിയോ വരും, ഒരു വ്യക്തിയുടെ ക്യാമിയോ. അത് എന്തിനാണെന്നാണ് ഒരു രീതിയിൽ മനസ്സിലാവാത്തത്. അതൊരു ഭൂലോക മണ്ടത്തരമായിട്ടാണ് തോന്നിയത്. അത്രയും നേരം നമ്മളെ പിടിച്ചിരുത്തിയ ആ ഒരു എഫക്റ്റ് കംപ്ലീറ്റ്ലി ആ ഒരു നിമിഷം കൈവിട്ട് പോയ പോലെയാണ് തോന്നിയത്. അതിനുശേഷവും എന്തൊക്കെയോ സംഭവിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ബോറടിക്കാണ്ട് കാണും. മൊത്തത്തിൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ഇൻട്രോ സീക്വൻസും കൊള്ളാം. പിന്നെ ക്ലൈമാക്സിൽ ഒരു കിഡിലൻ ട്വിസ്റ്റ് ഉണ്ട്, അതും കുറച്ച് മെച്ചമായിട്ടൊക്കെയാണ് തോന്നിയത്. മമ്മൂട്ടി എന്ന ആക്ടർ 4-5 ഡെക്കേഡ്സ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ്. ഈ ഒരു സിനിമയിൽ പറയണ പോലെ തന്നെ നമ്മളൊന്നും ചെയ്യാത്ത റോളില്ല ബായ്. ശരിയാണ്, മമ്മൂട്ടി എന്ന ആക്ടറിന്റെ അടുത്ത് ഏതൊരു പുതിയ വേഷങ്ങളും പുതിയൊരു ക്യാരക്ടർ, പുതിയൊരു സിനിമ, പുതിയൊരു സംഭവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന ആക്ടർ യെസ്സേ പറയുള്ളൂ. നമുക്കറിയാം മമ്മൂട്ടി എന്ന ആക്ടറിനെ. അതേപോലെ തന്നെ ഇതിലും ഒരു പുതിയ ഒരു ക്യാരക്ടറിനാണ് മമ്മൂട്ടിക്ക് കൈകാര്യം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് ഈ ഒരു ഡിഫറെന്റ് ക്യാരക്ടറിനെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിനെ മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് തോന്നിയത്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഫീലാണ് കിട്ടിയത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി എന്ന ആക്ടറിന്റെ പെർഫോമൻസ് ഒരു വീക്ക് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. GVM കോപ്രോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായി. ഹക്കീം ഷാ ഉള്ള റൺ ടൈമിൽ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ടായി. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, ഐശ്വര്യ മേനോൻ, നീത പിള്ളൈ, ബാമ അരുൺ, ഇവരൊക്കെ കിട്ടിയ റോൾസിൽ നല്ല ഡീസന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മെമ്മറബിൾ റോളോ മെമ്മറബിൾ പെർഫോമൻസോ ഒന്നും ഈ സിനിമയുടെ ഉടനീളം തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ എല്ലാ സിനിമയിലും ഉള്ള പോലെ തന്നെ ഇതിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. ആ ഡിപ്പാർട്ട്മെന്റ് ഗംഭീര വർക്കാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കും ഒരു സേവിങ് ഗ്രേസ് ആയിരുന്നു സിനിമയുടെ. പിന്നെ സിനിമാറ്റോഗ്രഫി ബൈ നിമിഷ് രവി. ആ ഒരു സ്റ്റൈലിഷ് സിനിമയ്ക്ക് ഏറ്റവുമായ സ്റ്റൈലിഷ് ട്രീറ്റ്മെന്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിമിഷ് രവി. പിന്നെ ഈ സിനിമ ഗെയിമിംഗ് സിനിമയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമിംഗ് ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്, പക്ഷെ ഇല്ല. ഒരു ഇമ്പാക്റ്റ് ഇല്ല ഒന്നിനും. ട്വിസ്റ്റുകൾക്കാണെങ്കിലും മാസ് എലിവേഷൻ സീക്വൻസുകളാണെങ്കിലും ഇൻവെസ്റ്റിഗേഷനാണ്, ഒന്നിലും നമുക്കൊന്നും ഒരു വികാരം നമുക്ക് തോന്നൂല. ഏതായാലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു ത്രില്ലർ സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാലും ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡീസന്റ് അനുഭവം കിട്ടിയേക്കാം.